മുത്തിടും ആണിയേറ്റ പാദങ്ങൾ.
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതായ കാഴ്ച അത്യന്തം ഹൃദയകാരിയാണ്. ഹൃദയത്തെ വശീകരിക്കുന്നൊരു കാഴ്ചയാണ്, ഹൃദയത്തെ അപഹരിക്കുന്നൊരു കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോസ്തലനായ യോഹന്നാൻ കാണുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് കാണുന്നത്. ഈ കുഞ്ഞാട് അറുക്കപ്പെടാൻ കാരണം ഞാനാണ് എന്നൊരു ചിന്തയാണ് നമുക്ക് വരേണ്ടത്. ഞാനാണ് ഈ കുഞ്ഞാട് അറുക്കപ്പെടാൻ കാരണം. ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് മോചനം കിട്ടിയത് എന്ന്. ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് എൻ്റെ പാപം ക്ഷമിച്ച് കിട്ടിയത് എന്ന്. എനിക്ക് വേണ്ടി ഒരു കുഞ്ഞാട് തകർക്കപ്പെട്ടു. എനിക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. എനിക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഞാൻ ഏൽക്കേണ്ട ശിക്ഷ കർത്താവ് തൻ്റെ മേൽ ഏറ്റുവാങ്ങി. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ഇപ്പോൾ കണ്ണുടച്ചങ്ങ് വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവമായി തീരും. കണ്ണുടച്ചങ്ങ് വിശ്വസിക്കുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. പാവത്തിന് മേൽ നിങ്ങൾ ചിന്തിക്കാത്ത വിധത്തിൽ ചില ജയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നിങ്ങൾ വിശ്വസിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് 2000 കൊല്ലം മുമ്പ് മരിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ പാവം പോക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നിങ്ങളെപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. പുറമെയല്ല, ഉള്ളിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകും. എങ്ങനെ മനസ്സിലാകും? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി ഈ ജീവിതം കിട്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന്. എൻ്റെ പാവം യേശു വഹിച്ചു. എൻ്റെ മേലുണ്ടായിരുന്ന സകല ശാപവും യേശുവിൻ്റെ മേലായി. സകല ശാപവും, സകല പാവവും, സകല ശാപവും, സകല ബാധകളും, സകല ബന്ധനങ്ങളും എല്ലാം യേശുക്രിസ്തുവിൻ്റെ മേലായി. ഇത് നമുക്ക് അനുഭവമായി തീരും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മധുരമായി എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആസ്വാദ്യതയാണ്. എൻ്റെ പാവം യേശു വഹിച്ചു. ഇനി ഞാൻ പാവത്തെയോർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, പാവത്തെയോർത്ത് ക്ലേശിക്കേണ്ട ആവശ്യമില്ല, പാവത്തെയോർത്ത് കരയേണ്ട ആവശ്യമില്ല. കാരണം എന്നേക്കുമായി യേശു ക്രിസ്തു ഏറ്റുവാങ്ങി. ഈ ചിന്ത വരുന്നത് അതെപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാവം മാറുന്നത് അനുഭവിക്കുമ്പോഴാണ്. സ്വഭാവത്തിലുള്ള പാവത്തിൻ്റെ മാലിന്യമെല്ലാം മാറുന്നു. എന്തൊരു ഭാഗ്യം! സ്വഭാവത്തിലുള്ള മാലിന്യം മാറുന്നു, സ്വഭാവത്തിലുള്ള എല്ലാ തിന്മകളും മാറുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ സ്നേഹം മാത്രമായി തീരുന്നു. പുറമേ നാം സ്നേഹം ഭാവിക്കുന്നില്ലെങ്കിൽ പോലും ഹൃദയം എപ്പോഴും സ്നേഹത്താൽ തരളിതമായിരിക്കും. സ്നേഹം, ആ ദിവ്യ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കും. സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. സ്നേഹം കൊണ്ട് ചലിക്കുന്ന ഹൃദയം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹം, ഗോകുൽത്തായിൽ ചൊരിഞ്ഞ ആ തിരുരക്തത്തിൻ്റെ സ്നേഹം, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്തിൻ്റെ സ്നേഹം, എനിക്ക് വേണ്ടി പിതാവിനോട് വാദിക്കുന്ന കർത്താവായ യേശുവിൻ്റെ രക്തത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദാഹം. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം ഞാൻ അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ഇപ്പോഴും പറ്റുന്ന അപകടം എന്താണെന്നറിയാമോ? നിങ്ങൾ ചില പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ട്. പക്ഷെ പിന്നെയും പാവം വരുന്നു. പാവങ്ങൾ വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പിന്നെയും പാവം വരുന്നു. ഇനി മദ്യപിക്കില്ല തീരുമാനിച്ചു, പക്ഷേ സന്ദർഭം വരുമ്പോൾ മദ്യപിച്ച് പോകുന്നു. ഇനി അരുതാത്ത വഴിക്ക് പോകില്ല, തെറ്റായ ചിന്തകൾക്ക് ഇടം കൊടുക്കുകയിൽ തീരുമാനിച്ചു, പക്ഷേ സാഹചര്യം വരുമ്പോൾ പിന്നെയും വീണു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണെന്ന് കാരണം? നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് നിരന്തരം തീരുമാനങ്ങളെടുക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് ജയിക്കാൻ സാധിക്കാത്തതിന് കാരണം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയുന്നില്ല, യേശുവിനുള്ളതായ സ്നേഹം നിറയുന്നില്ല. കർത്താവിന് സ്തോത്രം. പണ്ട് പരിശുദ്ധനായ ദേവദാസൻ പറയാറുള്ളത് ഇങ്ങനെയാണ്: മണൽ കൊണ്ട് കയറി വിരിക്കുക. മണൽ കൊണ്ട് കയറി വിരിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. മനുഷ്യൻ യത്നിക്കുന്നുണ്ട്. മണലെടുത്ത് ഇങ്ങനെ കയ്യിലിട്ടുകൊണ്ട് കയറി വിരിച്ചുകൊണ്ടിരിക്കുക. കയറി വിരിച്ചാൽ കയറുണ്ടാകുകയില്ല. കാരണം മണൽ കൊണ്ട് കയറി വിരിക്കാൻ സാധിക്കുകയില്ല. മണൽ അത് ഓരോ തരിയും ഉതിർന്നു പോകുന്നതാണ്. ഇതുപോലെയാണ് നമ്മുടെ പരിശ്രമങ്ങൾ. മണൽ കൊണ്ട് കയറി വിരിക്കാൻ നോക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയമായ യത്നങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല, ഉറപ്പാണ്. നിങ്ങൾ എത്ര യത്നിച്ചാലും പിന്നെയും പാവം ബുദ്ധി വരും, പിന്നെയും ചീത്ത ചിന്തകൾ വരും, പിന്നെയും വികാരങ്ങൾ വരും. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവിടെ മുഴുവൻ, ഹൃദയത്തിൽ മുഴുവൻ ക്രിസ്തുവിൻ്റെ സ്നേഹം അങ്ങ് നിറയുന്നു. എന്തൊരു അത്ഭുതകരമായ അനുഭവമാണത്! അത്ഭുതകരമായ അനുഭവം. സ്നേഹമോടെ നിറയുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിനുള്ളതായ സ്നേഹം, ഈ സ്നേഹം നിറയുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തേക്ക് കിട്ടുമ്പോൾ ക്രിസ്തുവിനുള്ളതായ സ്നേഹം നമ്മിൽ നിന്ന് ഉറന്നു വരുന്നു. ആ സ്നേഹമാണ് പിന്നെ നാം നയിച്ചു കൊണ്ടുപോകുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം ഒന്ന് അനുഭവിച്ചിരുന്നെങ്കിൽ, സ്നേഹത്തിൻ്റെ ആ സന്തോഷം നിങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അവിടെ പിന്നെ രോഗങ്ങളുണ്ടെങ്കിലും അവലാതിയില്ല, അവിടെ പിന്നെ കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും പ്രയാസമില്ല, അവിടെ കടമുണ്ടെങ്കിലും യാതനയില്ല.
എന്തുകൊണ്ട്? ഒരു സ്നേഹം വന്നതിനെല്ലാം മുക്കിക്കളയുന്നു, സ്നേഹം വന്ന് മുക്കുന്നു. ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹമാണ് ഇന്ന് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിനുള്ളതായ സ്നേഹത്തിൽ നിന്ന് വരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുള്ളതായ സ്നേഹത്തിൽ നാം വരുന്നു, നാം വളരുന്നു. ആ സ്നേഹം അത് ഹൃദയത്തിൽ നിറഞ്ഞു വരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഓരോ ദിവസം ചെല്ലും തോറും, ഓരോ നിമിഷം ചെല്ലും തോറും, ഓരോ മിനിറ്റ് ചെല്ലും തോറും എല്ലാം ഈ സ്നേഹം ഇങ്ങനെ വ്യക്തി വരുന്നു. ആ സ്നേഹമാണ് ഉറന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അതാണ് സുവിശേഷ വേല. സുവിശേഷ വേല കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുള്ളത് വേലയല്ല. സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് കുറേ പാഠങ്ങൾ പഠിച്ചുള്ളതല്ല. സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വന്നിട്ട് ആ സ്നേഹത്തിൽ നമ്മുടെ ഹൃദയം നിറഞ്ഞിട്ട് ഈ സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടിപ്പുറപ്പെട്ട് അനേകരിലേക്ക് ഈ ഉറവചന്തി ഏറുന്നതാണ്. സ്നേഹത്തിൻ്റെ ഉറവചന്തി ഏറുന്നതാണ് സാക്ഷാൽ സുവിശേഷ വേല. ദൈവത്തിന് സ്തോത്രം. അവിടെ കർത്താവ് പ്രസാദിക്കുന്നു. ഇന്ന് സുവിശേഷകന്മാർ പോലും പലരും തെറ്റായ വഴികളിലൂടെയാണ് പോകുന്നത്. ആരെയും കുറ്റമതിക്കാനല്ല, പക്ഷേ സത്യം പറയുകയാണ്, തെറ്റായ വഴിയിൽ കൂടെ പോകുന്നു. എന്തോ ചിലതെല്ലാം ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുന്നു. രോഗം മാറണം, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകണം, അല്ലെങ്കിൽ ജോലി കിട്ടണം, വിവാഹം നടക്കണം, അല്ലെങ്കിൽ മക്കളുണ്ടാകണം എന്നിങ്ങനെയുള്ളതായ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പലരും ദൈവത്തെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത് വാഗ്ദാനം ചെയ്തിട്ടില്ല. കർത്താവ് പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജേതാവായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചുകൊണ്ട് പറയുന്നതാണ്, നിങ്ങൾ കഷ്ടമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ കഷ്ടമുണ്ട്. നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു വിചാരിക്കുന്ന കാലം വരുന്നു. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതുപോലെ കാലം വരുന്നു. വായിക്കാം 16-ാമത്തെ യോഹന്നാൻ 16-ന്റെ 1 മുതൽ വായിക്കാം. നിങ്ങൾക്ക് ഇന്ന് കഷ്ടമുണ്ട്. ഇന്ന് പലരും നിങ്ങളെ ദ്വേഷിക്കുന്നു, പലരും നിങ്ങളെ അപഹസിക്കുന്നു, പലരും നിങ്ങളെ വെറുക്കുന്നു, പലരും നിങ്ങളെ പുച്ഛിക്കുന്നു, പലരും നിങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങളെ പല വിധത്തിൽ നിങ്ങൾ തരം താഴ്ത്താൻ ശ്രമിക്കുന്നു. ശരിയാണ്. പക്ഷേ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 16-ാമത്തെ 1-ാം വാക്യം. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുകയാണെന്നുള്ള വിചാരം. ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണ് ഈ ദൈവമക്കളെ കൊല്ലുക എന്നുള്ളത് എന്ന് ചിന്തിക്കുന്നു. കാരണം അന്നത്തെ പള്ളിമതം അതായിരുന്നു. യെരൂശലേം ദേവാലയം അങ്ങനെയായിരുന്നു. യേശുവിൻ്റെ ആളുകളെ, യേശുവിൻ്റെ അനുയായികളെ അവരെ നശിപ്പിക്കുക, ശിക്ഷിക്കുക, കൊല്ലുക, ദണ്ഡിപ്പിക്കുക, അവരെ യാതന അനുഭവിപ്പിക്കുക, അത് ദൈവത്തിന് പ്രസാദമാണെന്നാണ് അന്നത്തെ യഹൂദന്മാർ ധരിച്ചു വെച്ചത്. ദൈവത്തിന് സ്തോത്രം. സത്യദൈവത്തെ അവർ തിരിച്ചറിഞ്ഞില്ല. ദൈവം ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് നാം ഓർക്കണം, നമുക്ക് എല്ലാം സുഭിക്ഷമാകുമെന്നല്ല ഈ പറയുന്നത്. രോഗം മാറുമെന്നോ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ചില വേദനകൾ മാറുമെന്നോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുമെന്നോ, നല്ല ശമ്പളം കിട്ടുമെന്നോ, അല്ല നിങ്ങൾക്ക് മക്കളുണ്ടാകുമെന്നോ, നല്ല വിവാഹം നടക്കുമെന്നോ ഒന്നുമല്ല പറയുന്നത്. അതെല്ലാം മോഹന വാഗ്ദാനങ്ങളാണ്. ദൈവം വരാനത് പറയുന്നില്ല. ദൈവം പറയുന്നത് കഷ്ടം വരാൻ പോകുന്നതെന്നാണ്, നിങ്ങൾക്ക് യാതന വരാൻ പോകുന്നതെന്നാണ്, നിങ്ങൾക്ക് പീഡ വരാൻ പോകുന്നതെന്നാണ്, നിങ്ങൾക്ക് ദുരിതം വരാൻ പോകുന്നതെന്നാണ്. അതാണ് 16:31. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ലോകത്തെ ജയിച്ചിരിക്കുന്നു, എന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ധൈര്യപ്പെടാം, നിങ്ങൾക്ക് എന്നെ കിട്ടുകയാണ്. ജയാളിയായി എന്നെ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇവിടെ കഷ്ടമുണ്ട്, ഇവിടെ ദുരിതമുണ്ട്, ഇവിടെ യാതനയുണ്ട്, വേദനയുണ്ട്, അനേകം പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ തരികയാണ്. എന്നെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ച് തരികയാണ്. എന്നെ നിങ്ങൾക്ക് ഞാൻ വിട്ടു തരികയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ലോകത്തെ ജയിച്ച ജേതാവാണ് ക്രിസ്തു. നിങ്ങളും ലോകത്തെ ജയിക്കണം. ലോക ഇമ്പങ്ങളെ ജയിക്കണം, ലോകത്തിൻ്റെ വെറുക്കൂത്തുകളെ ജയിക്കണം, ലോകത്തിൻ്റെ സന്തോഷങ്ങളെ ജയിക്കണം, ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിട്ടു നിൽക്കണം. നിങ്ങൾ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം പോകാതെ നിങ്ങൾ വിട്ടു നിൽക്കണം. ഇതെല്ലാം മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെ ലോകത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കുന്നത്, ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് എങ്ങനെ വിട്ടു നിൽക്കാം. നമ്മുടെ ഹൃദയം ഒന്നിലും പതിയരുത്. നാം ഈ ലോകത്ത് ജീവിക്കുന്നു. വെള്ളത്തിൽ കൂടി പോകുന്ന വള്ളം, ആ വെള്ളത്തിൽ കൂടി പോകുന്നു, സുഗമമായി പോകാം. പക്ഷേ വെള്ളത്തിനകത്തേക്ക് വെള്ളം കിടക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ലോകം കടന്നു വരരുത്. ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ലോകം നമ്മുടെ ഉള്ളത്തിലേക്ക് കിടക്കാതെ നാം നോക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്ക് ജയം കിട്ടുന്നത്. അപ്പോഴാണ് ഹൃദയത്തിൽ സ്നേഹം നിറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സുഖശീതള ശയ്യയാണെന്ന് പറയുന്നില്ല. ഇവിടെ മനോഹരമായ സന്തോഷകരമായ ജീവിതമാണെന്ന് കർത്താവ് പറയുന്നില്ല. നിങ്ങൾക്ക് ദുരിതം മാറും, നിങ്ങളുടെ രോഗം മാറുമെന്ന് പറയുന്നില്ല. പക്ഷേ യേശു ക്രിസ്തു പറയുന്നത് കഷ്ടമുണ്ട് എന്നാണ്. എന്നാൽ അതിൻ്റെ വേറൊരു വശം കർത്താവ് പറയുന്നു. എന്താണത്?
യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ, നാം പാപമേശാതെ ക്രിസ്തുവിൻ്റെ വകയായി നിന്ന് കഴിയുമ്പോൾ, പിന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നോക്കുന്നത് നാമല്ല, ദൈവമാണ് നോക്കുന്നത്. നമ്മുടെ ആവശ്യം, ജോലി വേണമോ, അത് കർത്താവ് നോക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭാവി എങ്ങനെ വേണം, ശമ്പളമുണ്ടോ നോക്കും, കടം തീരാനുണ്ടോ നോക്കും, എല്ലാം കർത്താവ് നോക്കും. എങ്ങനെ? കർത്താവിൻ്റെ കാര്യമായിട്ട് വരും. യേശുവിൻ്റെ കാര്യം നാം നോക്കുമ്പോൾ, യേശുവിൻ്റെ മക്കളായി നാം തീരുമ്പോൾ, യേശുവിന് സ്വന്തമായി തീരുമ്പോൾ, യേശുവിൻ്റെ സ്നേഹത്താൽ നിറയുമ്പോൾ നമ്മുടെ കാര്യം യേശുവിൻ്റെ കാര്യമായി തീരും. അങ്ങനെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ രോഗം കർത്താവ് ഏറ്റെടുക്കും, നമ്മുടെ കഷ്ടപ്പാടുകൾ കർത്താവ് ഏറ്റെടുക്കും, നമ്മുടെ ദുരിതങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. എല്ലാറ്റിനും ഒരു പരിഹാരം കർത്താവ് തരും. അതാണ് ക്രിസ്തീയ ജീവിതം. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുകയില്ല, കർത്താവും പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരോ പുതിയ പ്രശ്നങ്ങൾ വരുന്നു. മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. വിരഹങ്ങൾ, വിയോഗങ്ങൾ, പെട്ടെന്ന് ഭർത്താവ് കടന്നു പോകുന്നു, പെട്ടെന്ന് ഭാര്യ വിട്ടുപോകുന്നു. ഇതെല്ലാം പ്രയാസമുള്ള കാര്യമാണല്ലോ. എന്താണ് പറയുന്നത്? ഇതെല്ലാം പ്രശ്നങ്ങളാണ്. പഠിക്കാൻ ശ്രമിച്ചു, പഠിക്കാൻ പറ്റുന്നില്ല, പ്രയാസമാണ്. പരീക്ഷ പാസ്സാകുന്നില്ല, പരീക്ഷ എങ്ങനെ പാസ്സായാൽ കൊള്ളാമെന്നുണ്ട്, പരീക്ഷ പാസ്സാകുന്നില്ല. എല്ലാം ആവശ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആദ്യം വരേണ്ടത് എന്താണ്? യേശുവിൻ്റെ ഹൃദയത്തിൽ ഒന്ന് അറിയുക. ഞാൻ യേശുവിൻ്റെ വകയായി തീരുക, യേശുവിന് സ്വന്തമായി തീരുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കട്ടെ. യേശുവിന് സ്വന്തമായി നാം തീർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കാര്യം കർത്താവ് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഹാരത്തിൻ്റെ കാര്യം, നമ്മുടെ പൈസയുടെ കാര്യം, നമ്മൾ അനേകം ചെലവിൻ്റെ കാര്യങ്ങൾ എല്ലാം കർത്താവ് നോക്കുകയാണ്. നമ്മുടെ ചികിത്സയുടെ കാര്യങ്ങൾ എല്ലാം കർത്താവ് നോക്കുന്നു. എല്ലാം കർത്താവ് തന്നെയാണ് നോക്കുന്നത്. നമ്മുടെ കാര്യം നാം അല്ല നോക്കുന്നത്, നമ്മുടെ കാര്യം യേശു നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശുവിനെ വേണ്ടി വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യം നോക്കുവാൻ എനിക്ക് യേശുവുണ്ട്, എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് രക്ഷകനുണ്ട്, എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ളതായ ഒരു ബോധ്യം നമുക്ക് വരുമ്പോഴാണ് നാം വാസ്തവത്തിൽ ആനന്ദത്തിൻ്റെയും ആത്മാവിൻ്റെ സന്തോഷത്തിൻ്റെയും സ്തുതിഗാനങ്ങൾ ഉതിർക്കുന്നത്. സ്തുതി, അപ്പോഴാണ് ആരാധന തുടങ്ങുന്നത്. ഇന്ന് അനേകർക്കും ആരാധനയില്ല. എപ്പോഴും മുഖമുളാനമായിരിക്കുന്നു, എപ്പോഴും വാടിയിരിക്കുന്നു, എപ്പോഴും കൈ നടുവിന് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. യെരമ്യാവ് പറയുന്നത് പോലെ കൈ നടുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അനേകരും പ്രസവിക്കാറായ സ്ത്രീ കൈ നടുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് യെരമ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും. മനുഷ്യർ അനേകരും നിരാശരായിട്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിൽ മനസ്സിങ്ങനെ വേവലാതി കൊണ്ടിരിക്കുകയാണ്, മനസ്സ് ആശയറ്റവരായിരിക്കുകയാണ്. ശരിയാണ്, രോഗമുണ്ട്, വേദനയുണ്ട്, സംശയമില്ല, ചെലവുണ്ട്, ചെലവിനത്തക്കൊണ്ട് വരവില്ല, വിഷമമുണ്ട്, ശരി. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ നിങ്ങൾക്കൊരു ശാന്തി, ശാശ്വത ശാന്തി, നിതാന്ത ശാന്തി നിങ്ങൾ ഹൃദയത്തിൽ നിഴലിരിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതൊരു ഭക്തൻ്റെ ഭാഗ്യാനുഭവമാണ്, ഒരു വിശ്വാസിയുടെ ഭാഗ്യാനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ ഒരു ശാന്തി, ഒരു നിതാന്ത ശാന്തി, ഒരു അത്യന്ത ശാന്തി ഹൃദയത്തിലൊന്ന് നിറയും. ആ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന ആ ശാന്തി, ആ സമാധാനം, ആ സ്വസ്ഥത, അത് മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല, മനുഷ്യർക്ക് അത് എടുത്തു കളയാൻ കഴിയുകയില്ല, അത് തരാനും കഴിയുകയില്ല. ക്രിസ്തു തരുന്ന ശാന്തി എന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. അപ്പോഴാണ് നാം ആർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നാം ക്രിസ്തുവിനെ അടുത്തറിഞ്ഞുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കരയേണ്ട യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ, ദൈവത്തിന് സ്തോത്രം, ദാവീദിൻ്റെ വേരായവൻ, അവനിതാ പുസ്തകം തുറപ്പാൻ യോഗ്യനായിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. കരയേണ്ട. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. പുസ്തകം തുറക്കും, ആ പുസ്തകം തുറന്ന് എല്ലാം അറിയിച്ചു തരും. പേടിക്കേണ്ട, നീ സംശയിക്കേണ്ട. അപ്പോസ്തലനോട് കർത്താവ് പറയുകയാണ്, പുസ്തകം തുറപ്പാൻ യോഗ്യനായിരിക്കുന്നു. സ്തോത്രം. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിക്കാനും യോഗ്യനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. സിംഹത്തെ കാണാൻ യോഹന്നാൻ ശ്ലീഹ നോക്കിയപ്പോൾ ഒരു കുഞ്ഞാട്, സിംഹയുടെ നോക്കിയപ്പോൾ സിംഹത്തെ കാണുന്നില്ല. അപ്പോസ്തലൻ നോക്കി, സിംഹത്തെ കാണുന്നില്ല. അപ്പോൾ കണ്ടു, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അടുത്ത വാക്യം. അതിന് 7 കൊമ്പും, ആ കുഞ്ഞാടിന് 7 കൊമ്പുണ്ട്. സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. 7 പൂർണ്ണതയെ കാണിക്കുന്നു. 7 കണ്ണ് എല്ലാം കാണുന്നു. സർവ്വഭൂതലത്തിലേക്ക് അയച്ചിരിക്കുന്ന 7 കണ്ണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്യം ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് വാർത്താൽ അവിടെയും നിൻ്റെ കയ്യിൽ നടത്ത് നിൻ്റെ വലം കയ്യനെ പിടിക്കും. ഇരുട്ടേനെ മൂടിക്കളയട്ടെ, വെളിച്ചം വലിച്ചിട്ടും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലെ നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും,
ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങൾ നിർമ്മിച്ചത്. നീ ഭയങ്കര ദൃശ്യമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ദൈവമേ, ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. എപ്പോഴും നീ എന്നെ കാണുന്നു. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ, നമ്മെ എപ്പോഴും കാണുന്ന രണ്ട് കണ്ണുണ്ട്. നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൾ, നമ്മുടെ അകവും പുറവും കാണുന്ന കണ്ണുകൾ. മനുഷ്യൻ പുറമേ കാണുന്നുള്ളതേ കാണുന്നുള്ളൂ, ദൈവവും അകമേയുള്ളതും കാണുന്നു, എല്ലാം കാണുന്നു. ഇരുട്ട് കർത്താവ് തടസ്സമല്ല, ഇരുട്ട് തടസ്സമല്ല, രാത്രി തടസ്സമല്ല, എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സുഖനിദ്ര കിട്ടും, സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റും. എൻ്റെ യേശു എന്നെ കാണുന്നു, ഉറങ്ങുമ്പോഴും യേശു എന്നെ കാണുന്നു. അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ ചിന്തകൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ വിചാരങ്ങളും വികാരങ്ങളും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ ആശകളും ആഗ്രഹങ്ങളും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ പ്രതീക്ഷകൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ ആശയങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം കാണുന്ന യേശു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ സർവ്വ അന്തരംഗങ്ങളെയും അവൻ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അന്തരംഗം മുഴുവൻ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നീതിമാനായ ദൈവം ഹൃദയങ്ങൾ അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു, ഉൾപ്പുകളെ ശോധന ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു എല്ലാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കാണുന്ന ക്രിസ്തു. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടാകും. എല്ലാം കാണുന്നു. ഞാനീ ചെയ്യുന്നത് യേശു കാണുന്നു, മനുഷ്യ കണ്ടില്ല. ശരിയാണ്. ഞാനീ പറയുന്നത് യേശു കാണുന്നു, ഞാനീ ചിന്തിക്കുന്നത് യേശു കാണുന്നു. മനുഷ്യരും കണ്ടില്ല. എൻ്റെ ചിന്ത എങ്ങനെ ആരും കാണാനാണ്? ആർക്കും സാധിക്കുകയില്ല. പക്ഷേ യേശു കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശു കാണുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ഈ 7 കണ്ണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കുഞ്ഞാടിന് 7 കണ്ണുണ്ട്. എല്ലാം കാണുന്നു. സർവ്വലോകത്തിലേക്ക് ഊടാടിക്കൊണ്ടിരിക്കുന്ന 7 കണ്ണുണ്ട്. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിനെ ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അവർക്കല്ലേ യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകം മുഴുവൻ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം. ആരുണ്ട് എൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ? എങ്കിൽ ഏകാഗ്രതയോടെ ഇരിക്കുന്നവൻ ആരുണ്ട്? സ്നേഹിതരെ, യേശു ക്രിസ്തുവിൽ ഏകാഗ്രതയോടെ ഇരിക്കുക ഒരു ഭാഗ്യ പദവിയാണ്. നിങ്ങളുടെ പകലും രാവും യേശു ഉള്ളവരായിട്ട് നിൽക്കുക. ഊണിലും ഉറക്കത്തിലും യേശു ഉള്ളവരായി നിൽക്കുക. നിങ്ങളുടെ ജോലി ചെയ്യുമ്പോഴും യേശു നിങ്ങളോട് ഉണ്ടായിരിക്കുക. യേശുമയമായൊരു ജീവിതം, യേശു പ്രസാദിക്കുന്നൊരു ജീവിതം. എല്ലാ രഹസ്യങ്ങളും കാണുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. എല്ലാ രഹസ്യങ്ങളും കാണുന്നത് എന്തിനാണ്? നിങ്ങളെ ശിക്ഷിക്കാനല്ല. ദൈവത്തിന് സ്തോത്രം. ഓർക്കണം, മറക്കല്ലേ. നിങ്ങളെ ശിക്ഷിക്കാനല്ല ഈ പാവം കാണുന്നത്, നിങ്ങളെ രക്ഷിക്കാനാണ്. നിങ്ങൾക്ക് ഇന്ന പാവമുണ്ട് എന്ന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു തരുന്നു. അതിനോട് നിങ്ങൾ അനുഭവിക്കുമ്പോൾ എല്ലാം ക്ഷമിച്ചു തന്ന് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതുവരെയുള്ള ജീവിതത്തിലെ പാവങ്ങളെല്ലാം കർത്താവ് കണ്ടിട്ടുണ്ട്. കർത്താവ് കാണാത്തതൊന്നുമില്ല. പക്ഷേ ഒന്നും കാണാത്തവനെ പോലെ ചിലപ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കാറുണ്ട്. ഒന്നും കണ്ടിട്ടില്ലാത്തതിനെ പോലെ കർത്താവ് നിങ്ങളോട് പെരുമാറാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഓർക്കണം, എല്ലാം കാണും ദൈവം. ഭക്തന്മാരുണ്ടോ എന്ന് കാണുവാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആ യേശുവിനെ നാം വിശ്വസിക്കുക. ആ യേശുവിനെ, ആ 7 കണ്ണുള്ള നിത്യനായ അറുക്കട്ട കുഞ്ഞാടിനെ നിങ്ങൾ വിശ്വസിക്കുക. അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം പകലും രാവും കണ്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. രഹസ്യമായി ചെയ്തത് അവന് പരസ്യമായി അറിയാം. അവൻ അറിയുന്നു, അവൻ മനസ്സിലാക്കുന്നു, അവൻ എല്ലാം ഗ്രഹിക്കുന്നു. സ്തോത്രം. അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിലെ നീ ഓർക്കുക, ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവത്തെ വിളിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം ചെയ്യാം. കർത്താവേ, അബദ്ധങ്ങൾ പറ്റിപ്പോയ ജീവിതമാണ്, പാവം വന്നു പോയ ജീവിതമാണ്, തകർത്ത് കളഞ്ഞ ജീവിതമാണ്, അഴുക്ക് പറ്റിയ ജീവിതമാണ്, അശുദ്ധി പറ്റിയ ജീവിതമാണ്, കോപാക്രാന്തമായ ജീവിതമാണ്. കർത്താവേ, ദുശ്ശീലങ്ങൾക്ക് അടിമയായ ജീവിതമാണ്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ജീവിതമാണ്. കരുണയുള്ള കർത്താവേ, നിഷ്ഠൂരതയും ദുഷ്ടതയും മാത്രമുള്ളൊരു ജീവിതമാണ്. കർത്താവേ, സ്നേഹത്തിൻ്റെ കണികയില്ലാത്ത ജീവിതമാണ്. ആരെക്കുറിച്ചും യാതൊരു കരുണയില്ലാത്ത ജീവിതമാണ്. എന്നാലോ നാഥ, ഞാൻ പുറമേ കരുണയുള്ളവനായി അഭിനയിച്ചു, പുറമേ സ്നേഹമുള്ളവനായി ഞാൻ ഭാവിച്ചു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടതയും അസൂയയും മാത്രമായിരുന്നു. എൻ്റെ കർത്താവേ, നീ എല്ലാം കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നാഥ, ഞാൻ എൻ്റെ ഹൃദയം എല്ലാം കാണുന്ന ക്രിസ്തുവിനോട് ഞാൻ പറയുകയാണ്, നാഥ, ഇന്ന് ഞാനിതാ അതിനോട്
ഒരു വാക്ക് പറയുന്നു, നാഥാ എൻ്റെ മേൽ എൻ്റെ അകൃത്യങ്ങൾ കണക്കിടല്ലേ, എൻ്റെ മേൽ എൻ്റെ അകൃത്യങ്ങൾ കണക്കിടല്ലേ. എല്ലാ പാവവും ക്ഷമിക്കുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ തിരുരക്തം, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തിരുരക്തം എന്നെ കഴുകണമേ, എന്നെ വിശദീകരിക്കണമേ, എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ, എന്നെ മകളാക്കി തീർക്കണമേ. നാഥാ നിൻ്റെ രാജ്യത്തിന് അവകാശിയായി തീരുവാനുള്ളതായി സൗഭാഗ്യം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ വചനം മൂലം ഞങ്ങൾ ദിനം പ്രതി ഞങ്ങൾ അനുഗ്രഹീതരായി തീരുവാനും കർത്താവേ സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടന്നു വരുവാനും ഞങ്ങൾ യോഗ്യരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടുത്ത രണ്ടാമത്തെ ഒരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരനിൽപ്പ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.